ഇത് തെമാടിത്തരാം. വെളുപ്പാൻ കാലം മുതൽ കുത്തിയിരുന്നിട്ട് മീൻ തരില്ലാന്ന് വെച്ചാ ആ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ആര് വന്നാലും വക്കച്ച മുതലാളി മരിക്കാൻ പറ്റില്ല. നമ്മുടെ തലയിലെഴുത്ത്. തലയിലെഴുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒടുക്ക എല്ലാരും പട്ടിണി കിടന്ന് ചാവും. നിങ്ങളുടെ ആണുങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചെന്താ? പണ്ട് കുറെ ഭരിച്ചതല്ലേ ഈ തുറ. എന്നിട്ടിപ്പോ അവരെവിടെ? മോനച്ചായനും കുട്ടപ്പായി രാവിലെ മുതൽ തുടങ്ങിയ കുടിയാ. ഇനി ഏത് പാതിരാത്രിക്കാണോ എഴിഞ്ഞു വരിക? ചേച്ചിമാരേ, ഒന്നും കിട്ടിയില്ല കേട്ടോ. നമ്മുടെ തങ്കമണി ചേച്ചിയുടെ ചെരുവത്തിന് എന്താണ് ഒരു വളവ്? അത് നിന്റെ വളഞ്ഞ കണ്ണോണ്ട് നോക്കിട്ടാടാ. വെറും കൈയോടെ പോകുമ്പോഴാ അവന്റെ ഒരു കിന്നാരം. ആര് പറഞ്ഞു വെറും കൈയോടെ പോണോന്ന്? ഇവിടെ ആരും വെറും കൈയോടെ പോകരുത്. ഞങ്ങള് സമ്മതിക്കില്ല. ഇഷ്ടം പോലെ മണലല്ലേ കിടക്കുന്നത്, ആവശ്യത്തിന് വാരിക്കൊണ്ട് പൊയ്ക്കോ. മണലിനൊക്കെ ഇപ്പൊ എന്താ വില? എടാ നിന്റെയൊക്കെ മുതലാളിക്ക് ഇപ്പൊ ഞങ്ങളെയൊന്നും കണ്ട് ഭാവില്ലല്ലോടാ. അതെ ചേച്ചി, അങ്ങേർക്ക് ഒന്ന് പരസ്യമായിട്ട് കൊഞ്ചാൻ പറ്റൂ. മുതലാളിയായി പോയില്ലേ? അതാണ് ബുദ്ധിയുള്ളവര് പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യണോന്ന്. കേട്ടോ ചേച്ചി? ആസത്തെ മീൻ തരാത്ത കാര്യം ഞങ്ങള് പറഞ്ഞത്. മീനായാലും ഇറച്ചിയായാലും കൊടുത്താലല്ലേ കിട്ടൂ. അന്റെ ബോസ്കണ്ണ പിന്നെ ക്ഷണിക്കാതെ വന്നാൽ ഉണ്ണാതെ പോവാ. മതിയടാ വർത്താനം. എടാ ബോസ്കോ, എടാ അപ്പച്ചൻകുട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി വക്കച്ച മുതലാളിക്ക് അവസാനം പാട്ടി നടന്നു. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ നേരെ വർത്താനത്തിന് വന്നാലുണ്ടല്ലോ. വർത്താനത്തിന് വന്നാൽ എടി ക്ലാരേ. അയ്യോ ഇവിടെ ഈ പിശാശ് കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോയില്ലായിരുന്നോ? അണ്ണാ, ഇവനും വളച്ചു തുടങ്ങിയോ? അയ്യോ എന്താ ചേച്ചി, ഇന്നും നിനക്ക് നല്ല കോളാണല്ലോ. ബോസ്കണ്ണന്റെ ഒരു ഭാഗ്യം. ഭാര്യമാരായാലും ഇങ്ങനെ തന്നെ വേണം. എടാ അപ്പച്ചൻകുട്ടാ, ശവത്തെ കുത്തല്ലേ ഓക്കേ, കൂട്ടാ. നോ പ്രോബ്ലം. ഹായ് മോളു, ഇന്ന് ചേട്ടൻ വരുമ്പോ കുറച്ച് വൈകുവേ. താൻ വന്നില്ലേലും കുഴപ്പമില്ല. കള്ളും കുടിച്ച് വന്നേക്കരുത്, ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഓടുന്ന്. അതെ, ഇന്ന് വൈകുന്നേരം ഒരു മരണം ഉണ്ട് കേട്ടോ.